ഹലോ ഗൈസ്, ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ആണ് കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ചില കമൻറ്റ്സ് വരാറുണ്ടായിരുന്നു, ചേച്ചി എന്താ വാട്ട ഈറ്റിൻ്റെ ഇടാത്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഓർക്കുമെങ്കിലും എടുക്കാറില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും വാട്ട ഈറ്റിൻ്റെ അങ്ങനെ ഇഷ്ടം കാണില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എടുക്കാണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും കമൻറ്റ് വന്ന സ്ഥിതിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ദോശയും തലേന്നത്തെ സാമ്പാറും കൂടി കുട്ടിയാണ് കേട്ടോ. ഞാൻ കഴിച്ചത് മുട്ടക്കറി ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് എനിക്കൊരു കല്യാണത്തിന് പോകണമായിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻസ് കല്യാണം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് കേട്ടോ ഫുഡ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കുന്നതോടെ ഇഷ്ടം. പിന്നെ ചോറും കറിയും കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും ഞാൻ എവിടെ പോയാലും എന്ത് ഫുഡാണെങ്കിലും കഴിക്കും കേട്ടോ. വേണ്ട എനിക്കത് ഇഷ്ടമില്ല എന്നൊന്നും പറയില്ല. ആരെന്ത് തന്നാലും വാങ്ങിച്ച് കഴിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ കഴിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ചോറും അടിപൊളി കറികളായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഉണക്കമീൻ്റെ ചമ്മന്തിയാണ് കേട്ടോ. എവിടെ പോയാലും ഉണക്കമീൻ അടിപൊളി ചമ്മന്തിയായിരുന്നു. പിന്നെ ഈ ഒരു മീൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. കറികളുടെ ടേസ്റ്റ് കൊണ്ട് തന്നെ നമ്മൾ അത്രയും ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ ചോറ് വേണ്ട, എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞ സ്വഭാവം എനിക്ക് പണ്ടോട്ടേ ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ വാങ്ങിച്ച് കഴിക്കാനൊരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ അത് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കട്ട്ലേറ്റ് ആണെങ്കിൽ അതിനേക്കാൾ അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫുഡൊക്കെ എന്തോ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു വീട്ടിൽ 2 മണിയായ സമയത്താണ് കേട്ടോ എത്തിയത്. നല്ല ചൂടും വെയിലും അല്ലേ. വന്ന പാടെ തണ്ണിമത്തനെടുത്ത് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ഒരു ജ്യൂസാണ് കേട്ടോ, തണ്ണിമത്തൻ. ഞാൻ ഇങ്ങനെ അരിച്ച് കുടിക്കാറില്ല. പിന്നെ ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തപ്പോൾ കഴിച്ചാണ് കേട്ടോ. ഇതെനിക്ക് വാങ്ങിച്ചെന്നത് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ തന്നപ്പോൾ അയാളുടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ നടന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു മോദകം, ഞങ്ങളിവിടെ സുഹിയൻ എന്നും പറയും തോന്നുന്നു, ഞങ്ങൾ മോദകം നാട്ട പറയണത്, ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു വേഫേഴ്സിൽ നിന്ന് 2 എടുത്ത് കഴിച്ചിട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോ പുറകിൽ നിന്ന് വരുന്നുണ്ട്. ഇത് ഞാൻ ഓഫറിന് മേടിച്ചാണ് കേട്ടോ, 2 വേഫേഴ്സ്. അപ്പോൾ 2നും ഓരോന്ന് വ്യത്യസ്ത ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ 2നും കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട്. എനിക്ക് വേഫേഴ്സൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ചീസാണ് കേട്ടോ കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേനും പാൽപ്പൊടി ഇട്ടിട്ട് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പാൽപ്പൊടി ഇട്ടിട്ടുള്ള ചായ ഇട്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, അത് കുടിക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ഞാൻ പപ്സും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ പപ്സൊക്കെ അങ്ങനെ കഴിച്ചിട്ട്, ഞാൻ പണ്ട് കഴിക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ കഴിച്ചു തുടങ്ങിയത്. നല്ല പപ്സായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും പോയിട്ട് 2 വേഫർ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല സംഭവം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഫ്രിഡ്ജ് തുറന്ന് കഴിക്കുക എന്നുള്ളതൊരു പതിവാണ് കേട്ടോ. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേന് ഞാൻ ഒരു കട്ടൻ ചായ കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തലവേദനയായിരുന്നു കേട്ടോ. അങ്ങനെ കട്ടൻ ചായയും കൂടെ ഉച്ചതിന് ശേഷം രാവിലത്തെ ദോശയും മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. 2 ദോശ ഉണ്ടെങ്കിലും ഞാൻ 1 ദോശയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ വെച്ചപ്പോൾ ഞാൻ കഴിച്ചില്ലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് അതിനെടുത്ത് തീർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കഴിച്ച് കുറേ നേരം അവിടെ പുറത്തിരിപ്പായിരുന്നു കേട്ടോ. കുറച്ച് നേരം മീനിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് വൈകിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു കപ്പയൊക്കെ. മീൻകറിയും മീൻ തോരനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ബീഫ് കറി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. പിന്നെ ബീഫ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ചാറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ബീഫ് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കിടക്കാൻ സമയത്ത് കുറച്ച് പൈനാപ്പിളും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അത്രയൊക്കെയുള്ള നാളെ കാണുന്ന എല്ലാവർക്കും ടാറ്റാ.